പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടും കൗൺസിലർ ഇൻവോൾവഡ് ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും സെക്ഷൻ 64 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. കേസിലെ FIR എന്നുള്ള നിലയ്ക്ക് 64(2), അതുപോലെ തന്നെ 64(2)M, 2B, 332 ഒക്കെ BNS പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും അലജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോടതിയുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് സെക്ഷൻ 69 എന്ന BNS-ലെ വകുപ്പാണ് പ്രധാനമായിട്ടും ഈ കേസിൽ നിൽക്കുക എന്ന ഫൈൻഡിങ്ങിലേക്കാണ് എത്തിയിട്ടുള്ളത്. 69 പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന കണ്ടന്റാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് എന്നും അതാണ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. ഈ വകുപ്പിന് BNS 69 എന്ന് പറയുന്ന വകുപ്പിന് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ആണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിജീവിത ഇന്നലെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. പീഡനം സംബന്ധിച്ച് യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും കുറച്ച് ദിവസങ്ങളായി പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്നു. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണ്. പോലീസ് ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമോ? ഇയാൾ എവിടെയുണ്ടെന്ന സൂചനയുണ്ടോ? ഈ ബലാത്സംഗ കുറ്റം വന്ന ശേഷം, ആ പരാതി വന്ന ശേഷം ഒരു 3 ആഴ്ചത്തോളമായി പ്രക്ഷോഭ് ഒളിവിൽ തന്നെയാണുള്ളത്. ഇതുവരെയും പ്രക്ഷോഭിനെ പിടികൂടാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ആ സമയത്ത് തന്നെ പാലക്കാട് DYSP പ്രക്ഷോഭിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രക്ഷോഭ് അവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താമസ സ്ഥലത്തും അതിക്രമിച്ച് കയറി ലൈംഗികമായി പീഡിപ്പിച്ചും ദളിത് യുവതി എന്നാണ് യുവതി പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അടച്ചിട്ട മുറിയിൽ അതിജീവിതയുടെ വിവരങ്ങൾ കോടതി ജഡ്ജി മനസ്സിലാക്കുകയും അതുമാത്രമല്ല വൈദ്യപരിശോധന റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ പ്രക്ഷോഭ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായിയാണ്. അതുമാത്രമല്ല ഷാഫി പറമ്പിലെയും അടുത്ത അനുയായിയാണ്. ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് പ്രക്ഷോഭ് അതിജീവിതയെ പീഡിപ്പിച്ചിരിക്കുന്നത്. CPM BJP ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, അതായത് രാഹുൽ മാങ്കൂട്ടവുമായും ഷാഫി പറമ്പിലുമായി വലിയ ബന്ധമുള്ള വ്യക്തി, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ കോൺഗ്രസിന് ഏറ്റവും അധികം ഒരു പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രക്ഷോഭിനെതിരെ ഉയർന്നു വന്ന ഈ ലൈംഗിക ആരോപണം. കേസ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണം ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. പ്രത്യേകിച്ചും അയാളുടെ കൗൺസിലർ എന്നൊരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ലൈംഗിക ചൂഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഈ പ്രതിയെ ആരായിരിക്കും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയപ്പോൾ, ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയപ്പോൾ കർണാടകയിൽ അടക്കം ആൾക്ക് സംരക്ഷണം നൽകാൻ ഒരുപക്ഷെ രാഷ്ട്രീയ ഉന്നതർ പോലും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണമുണ്ട്. പ്രക്ഷോഭിനെ ആരായിരിക്കും സംരക്ഷിക്കുന്നത്? പ്രക്ഷോഭിനും ഇതുപോലെ തന്നെ വലിയ സുഹൃത്ത് വലയങ്ങളുണ്ട്. അതുമാത്രമല്ല പാലക്കാട് ഈ അതിർത്തി പ്രദേശങ്ങളും നിറയുണ്ട്. അവിടെയെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടവും അതുമാത്രമല്ല ഷാഫി പറമ്പിലും എല്ലാം നല്ല ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ല വിട്ടിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അതിജീവിതയെ പീഡിപ്പിച്ചത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തനിക്കൊപ്പം ഉണ്ട്. ആ അധികാരം അത് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ഇവരെ പീഡിപ്പിച്ചത്. ഈ പീഡനത്തിനിരയായ സ്ത്രീ ഗർഭിണി കൂടിയാണ് ടോമി.
2 മാസത്തോളം ഗർഭിണിയാണ്. അത് പറഞ്ഞിട്ടും അതിന് ഗർഭം അലസിപ്പിക്കാനുള്ളത് മരുന്ന് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കലും ഇതെല്ലാം ഉള്ളതിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിവൈഎസ്പി വ്യക്തമാണ്. വീട്ടിൽ പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. നിലവിൽ ഈ ലൈംഗിക പീഡന കേസിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.